ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയ മാള സർക്കാർ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം. 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 2025ഓടെ കേരളത്തിൽ HIV അണുബാധിതരായ ആരും ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിനായി ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന പേരിലുള്ള ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. അണുബാധിതരായവർ ഒരിക്കലും ഒറ്റപ്പെടേണ്ടവരല്ല. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കോഴിക്കോട് മനോരഞ്ജൻ ആർട്സ് അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകം അരങ്ങേറി. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിക്ക് മാറ്റുകൂട്ടി. രാവിലെ 8-ന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി തൃശൂർ മേഖല DIG തോംസൺ ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും NSS വോളണ്ടിയർമാരും റാലിയിൽ പങ്കുചേർന്നു. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന സന്ദേശത്തോടെ ആഘോഷിച്ച എയ്ഡ്സ് ദിന പരിപാടിയിൽ കഴിഞ്ഞ വർഷം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു. സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസി മുഖ്യാതിഥിയായി. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ R ശ്രീലത, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ RN അൻസീർ, കൗൺസിൽ ഓഫ് പീപ്പിൾ ലിവിംഗ് വിത്ത് എയ്ഡ്സ് കേരള പ്രസിഡന്റ് ജോസഫ് മാത്യു, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ G അഞ്ജന എന്നിവർ സംസാരിച്ചു. കേരളം താരതമ്യേന അണുബാധിതയുടെ സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമായി മാറാൻ നമുക്കായിട്ടുണ്ട്. രാജ്യത്താകെ 0.22 അണുബാധിതയുടെ സാന്ദ്രതയെങ്കിൽ കേരളം അത് 0.06 എന്ന നിലവാരത്തിലേക്ക് താഴ്ത്താൻ, ഇന്ത്യയുടെ ആവറേജ് 0.22 ആകുമ്പോൾ കേരളം അത് 0.06 ആക്കി നിലനിർത്താൻ കഴിഞ്ഞു. ഈ അണുബാധിതയുടെ സാന്ദ്രത എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിർണയത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും കേരളം ഏറെ മുമ്പിലാണ്. സൗജന്യ പരിശോധനയും കൗൺസിലിംഗും നടത്തുന്ന 793 ജ്യോതിസ് കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ചികിത്സ ആവശ്യം വന്നാൽ അക്കാര്യത്തിന് തുടർ സേവനങ്ങൾക്കായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉഷസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. മീഡിയ ടൈം തൃശൂർ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ മാള സർക്കാർ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പൊയ്യ പഞ്ചായത്ത് 2-ാം വാർഡിലെ മാള ഇന്ദിരാഭവന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാള സർക്കാർ ആശുപത്രിയിലെ മാലിന്യം തള്ളിയത്. തുടർന്ന് വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്തമായി പരിശോധന നടത്തി സിറിഞ്ച് കവറുകൾ, ലാബ് റെസീറ്റുകൾ, മരുന്ന് കവറുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ടിന് പിഴ അടയ്ക്കാൻ പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം. 2 പേർക്ക് പരിക്കേറ്റു. ശബരിമല തീർത്ഥാടകർക്കായി ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നഗരസഭ ഒരുക്കിയ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി 61 വയസ്സുള്ള മധു, എടവിലങ്ങ് സ്വദേശി 64 വയസ്സുള്ള ഗോപി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ശ്യാമിനെതിരെ നഗരസഭ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. 2500ഓളം അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്ന തൃശൂർ കോടതിയിലെ അഭിഭാഷകരുടെ ക്ലർക്ക് മാർക്ക് സ്വന്തമായി ഒരു ഡയറക്ടറി യാഥാർത്ഥ്യമായി. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മെമ്പേഴ്സ് ഡയറക്ടറി ഒരുക്കിയത്. ഡയറക്ടറിയുടെ പ്രകാശനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് നിർവഹിച്ചു. ക്ലർക്സ് അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് KS സുധീരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി KE സാലി മുഖ്യപ്രഭാഷണം നടത്തി. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ മേനോൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ T തോമസ്, സർക്കാർ പ്ലീഡർ KB സുനിൽകുമാർ, PV സന്തോഷ്, CP പോൾസൺ,
വി വിശ്വനാഥൻ, പി എൽ ഷാജു, പി കെ ഷാജു, പി കെ സുരേഷ്, പി കെ പ്രദീപ് കുമാർ, ചിന്തു ചന്ദ്രൻ, എ എം അഭിലാഷ്, യൂണിറ്റ് സെക്രട്ടറി കെ കെ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന. പിറന്നാൾ ആഘോഷം ഫയർ സ്റ്റേഷനിലാക്കി 10 വയസ്സുകാരൻ ഏബൽ സജി. കറുകുറ്റി എളവൂർ കവല സ്വദേശി കണ്ണമ്പള വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ 10ാം ജന്മദിനമാണ് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. പീച്ചാനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏബൽ ചെറുപ്പം മുതലേ ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന വച്ചു പുലർത്തിയിരുന്നു. തൻ്റെ 9ാം വയസ്സിലെ പിറന്നാളിന് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ അത് ഏബലിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ ഏബലിൻ്റെ മാതാപിതാക്കൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് മകൻ്റെ ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ഏബലിന് ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതർ കുട്ടിക്ക് പിറന്നാൾ സമ്മാനമായി ഫയർ എഞ്ചിൻ്റെ കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്തു. സീനിയർ ഫയർ ആൻഡ് ഓഫീസർ PO വർഗീസ്, സനൽ ജ്യോതി, സേനാംഗങ്ങളായ രജു AV, സന്തോഷ് കുമാർ PS, അനിൽ മോഹൻ, സന്ദീപ്, നിഖിൽ കൃഷ്ണൻ, വിഷ്ണു KR, അരുൺ VN, മോഹനൻ, ബാലകൃഷ്ണൻ, ബാബു ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. കർമ്മനിരതരായി ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം നടത്തിക്കൊടുത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകളിലേക്ക്. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. ആളൂർ ഉറുമ്പൻകുന്ന് സ്വദേശി വെള്ളച്ചല വീട്ടിൽ 20 വയസ്സുള്ള ബിബിനെയാണ് കൊടകര SHO PK ദാസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 27-ാം തീയതി ചെറുകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ തകർത്ത് 35,000-ഓളം രൂപ കവർന്ന കേസിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് ചാലക്കുടി, ആളൂർ, കൊടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI EA സുരേഷ്, ASI ആഷ്ലി, CPO കിരൺ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജാതി സെൻസസ് ആവശ്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക പൊതുസംവാദം സംഘടിപ്പിച്ചു. ചർച്ചാവേദി സംഘടിപ്പിച്ച പൊതുസംവാദം വ്യത്യസ്ത നിലപാടുകളുടെ അവതരണ വേദിയായി. അംബേദ്കറേറ്റ് ചിന്തകനും എഴുത്തുകാരനുമായ K സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും ചർച്ച ചെയ്ത വിഷയമാണ് ജാതി സെൻസസ് നടപ്പിലാക്കാനാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഞാൻ അംബേദ്കറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയാണ് പിന്തുണച്ചിരുന്നത്. ഇന്ത്യ മുന്നണി വളരെ ശക്തമായി ഇന്ത്യക്കകത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ഒരാവശ്യം ഉന്നയിച്ചു. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേശീയ തലത്തിൽ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷവും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് നിലപാടെടുത്തെങ്കിലും കേരളത്തിൽ അവർ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അത് ഇവരുടെ പ്രശ്നമുണ്ടെന്നാണല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില ജാതികളുടെയും പാർട്ടികളുടെയൊക്കെ പേര് പറയും. എനിക്ക് ആരോടും ഇവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല, അത് പറയാതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS ജയ, BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KS സുധീർ ബേബി എന്നിവർ പ്രഭാഷണം നടത്തി. കോഴിക്കോട് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ CC ബാബു മോഡറേറ്ററായി. KC ഹരിദാസ്, C മുകുന്ദൻ, അനീഷ്, ഹാറൂൺ റഷീദ്, PP സുബ്രഹ്മണ്യൻ, MA ബാബു, KC ജയൻ, കരീം K പുറം, അരുൺ, ഗായത്രി, VK ശ്യാമളൻ എന്നിവർ സംസാരിച്ചു. സ്നേഹഗിരി ഹോളി ചൈൽഡ് EMHS സ്കൂളിലെ വാർഷികവും യാത്രയയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഫ്ലവററ്റ് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് സ്കൂൾ കായികമേളയിൽ വെങ്കല മെഡൽ നേടിയ ക്രിഷ് ദ്രാവിൻ രാജിനെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ്, ഫാദർ ആന്റണി പറമ്പൻ, വാർഡ് മെമ്പർ സിനി ബെന്നി, ജീന അൽഫോൺസ, സിസ്റ്റർ പ്രിയ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ഷിന്നി തോമസ്, ബിൻസി തോമസ് എന്നിവർക്ക് PTA പ്രസിഡന്റ് ബിനു കാളിയാടൻ മെമന്റോ നൽകി. സ്കൂൾ മാനേജർ സിസ്റ്റർ ദീപ്തി സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടന്നു. കോട്ടക്കൽ സെന്റ് തെരേസാസ് ഗ്രൗണ്ടിൽ ISV ചാലക്കുടിയും FC മലപ്പുറവും തമ്മിലുള്ള വനിതകളുടെ പ്രദർശന മത്സരത്തിൽ ISV ചാലക്കുടി വിജയികളായി. മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മത്സരാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
നബീസുദ്ദ് ജലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി, വാർഡ് മെമ്പർമാരായ KV രഘു, ജിയോ ജോർജ് കൊടി, LC സേവ്യർ, യദുകൃഷ്ണ TV, പ്രീജ സലീം എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഫുട്ബോൾ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് നിവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹം ആറാട്ടോടെ സമാപിച്ചു. സ്വർഗാരോഹണം, കലക്കി അവതാരം, പരീക്ഷിത് മുക്തി, മർക്കണ്ഡേയ ചരിതം, 12ാം അധ്യായം എന്നിവയായിരുന്നു സമാപന ദിവസത്തെ പാരായണ ഭാഗങ്ങൾ. തുടർന്ന് ആറാട്ട് സമർപ്പണം നടന്നു. കുളത്തൂർ പുരുഷോത്തമനായിരുന്നു യജ്ഞാചാര്യൻ. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ബഡ്സ് സ്കൂൾ ജില്ലാ കലോത്സവം തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 20 ബഡ്സ് സ്ഥാപനങ്ങളിലായി 1000-ലധികം കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 181 കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ ML റോസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചരിത്രപ്രസിദ്ധമായ കൊടകര കുന്നത്തൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രസന്നിധിയിൽ നടത്തിയ കൊടിയേറ്റത്തിന് ക്ഷേത്ര മേൽശാന്തി ഷാമന്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് D. നിർമ്മൽ, ട്രഷറർ രാമചന്ദ്രൻ പയ്യാക്കൽ, കമ്മിറ്റി അംഗങ്ങളായ EV അരവിന്ദാക്ഷൻ, MK രാമകൃഷ്ണൻ, അജിത് കുമാർ, VS വത്സകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. ഡിസംബർ 7-നാണ് കൊടകര ഷഷ്ടി. സനാതന ധർമ്മസഭ കോൾക്കുന്ന് ശ്രീ അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിൽ അയ്യപ്പന് വിളക്ക് ആഘോഷിച്ചു. പാണ്ടിമേളം, ദീപാരാധന, ശാസ്താംപാട്ട്, ചിന്തുപാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. രണ്ടു ദിവസമായി നടത്തിയ CPM കൊടകര സൗത്ത് ലോക്കൽ സമ്മേളനം സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് കൊടകര കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ നടന്നു. CPM മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. KD അപ്പച്ചൻ അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, PR പ്രസാദൻ, KJ ഡിക്സൺ, CM ബബീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ, VK മുകുന്ദൻ, KG രജീഷ് എന്നിവർ സംസാരിച്ചു. KG രജീഷ്, സ്റ്റീഫൻ നമ്പാടൻ, TK പത്മനാഭൻ, AR ബാബു, KB രാജീവൻ, ഷാൻ അബ്ദുൾ റഹ്മാൻ, KR ദിവാകരൻ, K സുരേഷ്, MS ശബരീഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കൊടകരയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തിനശിച്ചതായി പരാതി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ മേൽപ്പാലത്തിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ചെങ്ങാലൂർ സ്വദേശിയുടെ ഹീറോ ഹോണ്ട ബൈക്കാണ് ഞായറാഴ്ച പുലർച്ചെയോടെ കത്തിനശിച്ചത്. വിവരമറിഞ്ഞ് പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു ബൈക്കിനും ഭാഗികമായി തീപിടിച്ചു. തൃശ്ശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും കൊടകര പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശ്ശൂരിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയ മാള സർക്കാർ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നഗരസഭയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ അക്രമം. 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.